നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ദേശീയ ടീമിനോടൊപ്പവും വേൾഡ് കപ്പ് നേടുക, ക്ലബ്ബ് ടീമിനോടൊപ്പവും വേൾഡ് കപ്പ് നേടുക, അപൂർവമായ നേട്ടത്തിനരികിൽ 5 പേരുണ്ട്. അതിലാരൊക്കെ അതിലേക്ക് എത്തുമെന്നുള്ളത് കണ്ടറിയണം. എന്ന് പറഞ്ഞാൽ വേൾഡ് കപ്പ് നേടുകയും ദേശീയ ടീമിനോടൊപ്പം വേൾഡ് കപ്പ് നേടുകയും ക്ലബ്ബ് ടീമിനോടൊപ്പം ഇതുവരെ നടത്തിയിരുന്ന തട്ടിക്കൂട്ട് വേൾഡ് കപ്പ് നേടുകയും ചെയ്തവരുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇൻ്റർകോണ്ടിനൽ കപ്പ് എന്ന പേര് മാറ്റി ആ ടൂർണമെൻ്റ് ഉണ്ടല്ലോ, ഒരു കളിയൊക്കെ ജയിച്ചാൽ അല്ലെങ്കിൽ 2 കളി ജയിച്ചാൽ കപ്പ് കിട്ടുന്ന ആ പരിപാടിയല്ല. 32 ടീമുകളുള്ള ബൃഹത്തായ ക്ലബ്ബ് വേൾഡ് കപ്പ് കിരീടം ചൂടുക, 32 ടീമുകളുള്ള രാജ്യങ്ങളുടെ വേൾഡ് കപ്പ് ചൂടുക, അത്തരത്തിലുള്ള അപൂർവമായ ഒരു ഗ്ലോബൽ ഡബിളിന് ഒരുങ്ങുകയാണ് 5 പേര്. അതിലാരൊക്കെ നേടും, ആർക്കൊക്കെയാണ് അതിനുള്ള സാധ്യത എന്നുള്ളത് നമ്മൾ ആദ്യം ഒന്ന് പരിശോധിക്കുകയാണ്. റയൽ മാഡ്രിഡിൻ്റെ കിലിയൻ എംബാപ്പെ 2018 വേൾഡ് കപ്പിൽ അദ്ദേഹം ഫ്രാൻസിനോടൊപ്പം കിരീടം ചൂടിയിട്ടുണ്ട്. 2022 ഫൈനലിൽ അദ്ദേഹം കിടിലൻ പ്രകടനം നടത്തി. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി പെനാൽറ്റി ഷൂട്ടൗട്ടിൻ്റെ നിർഭാഗ്യങ്ങളിൽ പെട്ട് അദ്ദേഹത്തിന് ആ കിരീടം കിട്ടാതെ പോയി. എങ്കിലും ഒരു തവണ അദ്ദേഹം വേൾഡ് കപ്പ് നേരത്തെ നേടിയിട്ടുണ്ട്. ഇപ്പോഴിതാ ഈ വേൾഡ് കപ്പിനുള്ള തൊട്ടരികിൽ, ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ തൊട്ടരികിൽ അദ്ദേഹം നിൽക്കുന്നു. സെമി ഫൈനലിൽ അവർ PSG നേരിടുകയാണ് റയൽ മാഡ്രിഡ്. തൻ്റെ മുൻ ക്ലബിനെതിരെ തന്നെയാണ് എംബാപ്പെ കളിക്കാൻ ഇറങ്ങുന്നത്. എന്ത് സംഭവിക്കും, ഫൈനലിലെത്തുമോ, കിരീടം ചൂടുമോ കണ്ടറിയണം. അങ്ങനെ എത്തിയാൽ അപൂർവ ഡബിൾ അദ്ദേഹത്തിന് സ്വന്തമാകും. എന്നാൽ മറുഭാഗത്ത് അദ്ദേഹത്തിൻ്റെ മുൻ ക്ലബ്ബ് PSG ഇതേ നേട്ടം ലക്ഷ്യമിടുന്ന 2-3 പേരുണ്ട്. ഒരാൾ ലൂക്കാസ് ഹെർണാണ്ടസ് ആണ്. ഓൾറെഡി അദ്ദേഹത്തിന് റെഡ് കാർഡാണ്, സെമി കളിക്കാൻ പറ്റില്ല. ടീം ഫൈനലിലെത്തുകയാണെങ്കിൽ അദ്ദേഹം ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. ഓസ്മാൻ ഡംബലെ, അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഫ്രഞ്ച് ടീമിലെ സഹതാരം. പിന്നെ പ്രസ്നൽ കിംബംബെ, ഈ താരങ്ങളൊക്കെ PSG ആ ഡബിൾ സ്വപ്നം കാണുന്നവരാണ്. ഓൾറെഡി അവർ ഫ്രഞ്ച് ടീമിനോടൊപ്പം 2018 കിരീടം ചൂടിയിട്ടുള്ളവരാണ്. കൂടാതെ ഒരാൾ കൂടിയുണ്ട്, 2022 അർജൻറ്റീനക്കൊപ്പം ആ കനക കിരീടത്തിൽ മുത്തമിട്ട ഒരാൾ, എൻസോ ഫെർണാണ്ടസ് ചെൽസിക്കൊപ്പം ഇതാ സെമി ഫൈനലിലെത്തി നിൽക്കുകയാണ്. ഫ്ലുമിനൻസ് ആണ് ഇന്നത്തെ സെമിയിൽ അവരുടെ എതിരാളികൾ. ആ സെമിയും കടന്ന് ഫൈനലും കടന്ന് ആ കിരീടത്തിലേക്ക് മുത്തമിടാൻ എൻസോക്ക് കഴിഞ്ഞാൽ ആ അപൂർവ റെക്കോർഡ് അദ്ദേഹത്തെ കാത്തിരിക്കും, അദ്ദേഹത്തിന് സ്വന്തമാകും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, PSG ഈ നേട്ടത്തിലെത്തിയാൽ 3 പേര്, ലൂക്കാസ് ഹെർണാണ്ടസ്, ഓസ്മാൻ ഡംബലെ, കിംബംബെ എന്നിവർ ആ നേട്ടത്തിലേക്ക് എത്തും. അതല്ല റയലാണെങ്കിൽ ഒരാൾ കിലിയൻ എംബാപ്പെ, അതല്ല ചെൽസി ആണെങ്കിൽ ഒരാൾ എൻസോ ഫെർണാണ്ടസ്. ആരാ നേട്ടത്തിലെത്തും, ആരൊക്കെ ആ നേട്ടത്തിലെത്തും, കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.